വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ക്ഷണമില്ല. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ചടങ്ങെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച പട്ടികയിലാണ് വി.ഡി. സതീശൻ്റെ പേര് വെട്ടിക്കളഞ്ഞത്. ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷ നേതാവിനെ കൂടി കൂട്ടാമായിരുന്നു അല്ലേ? പറയൂ. വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിലും പ്രതിപക്ഷ നേതാവിനെ കൂട്ടിയിരുന്നില്ല. പകരം ആദ്യ കപ്പലെത്തുന്ന സ്വീകരിക്കൽ ചടങ്ങിൽ മാത്രമാണ് പ്രതിപക്ഷ നേതാവിന് ഒരു റോള് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ സർക്കാരിന്റെ നിലപാട് നമ്മൾ കണ്ടതുമാണ്. മെയ് 2-നാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. ആ ചടങ്ങിന്റെ ലിസ്റ്റിൽ നിന്ന്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച ലിസ്റ്റിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വെട്ടി, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു വിശദീകരണമായി സർക്കാർ പറയുന്നത്, സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങും. മാത്രവുമല്ല, സർക്കാരിന്റെ വാർഷികാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. പക്ഷേ നമുക്കറിയാം, സ്ഥലം എം പി ആയിട്ടുള്ള ശശി തരൂര്, അതേപോലെ MLA എം വിൻസെന്റ് ഉൾപ്പെടെയുള്ളവരുടെ പേര് ആ പട്ടികയിൽ ഉണ്ട് താനും. മുൻപും സമാനമായ രീതിയിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയ വിവാദം, അത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുറമുഖവുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യ നാഴികക്കല്ല് നിർമ്മാണത്തിനുള്ള ക്രെയിനുമായി 2023 ഒക്ടോബറിൽ ആദ്യ ചരക്ക് കപ്പൽ അടുത്തതാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും നൽകിയും അതേപോലെ LDF-നെ വിമർശിച്ചും പ്രസംഗിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ മാറില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുകയുണ്ടാവില്ല. വി.ഡി. സതീശന് വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിൽ ക്ഷണം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഗസ്റ്റ് ലിസ്റ്റ് പ്രധാനമന്ത്രി ഓഫീസിലേക്ക് അയച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല.